KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ 48 മണിക്കൂറായി വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാകാത്തത്? ശ്രീ KVS ഹരിദാസ്. അരുണ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. രാജ്യത്തിന് ഒരു വ്യക്തമായ ദിശാബോധവും ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സൈനിക തലത്തിൽ ഒരു ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു. നമ്മൾ അഭിമാനിക്കാവുന്ന ചില നടപടികൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഭരണതലത്തിൽ അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ നമുക്ക് ഒരു ഉജ്ജ്വല മുന്നേറ്റം തന്നെയാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി വച്ചിട്ട് വേണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ വിലയിരുത്താൻ. പിന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് ഉന്നയിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പാർലമെൻറ്റ് എന്തുകൊണ്ട് വിളിച്ചു കൂട്ടുന്നില്ല? അരുണെ, ഒരു കാര്യം മനസ്സിലാക്കണം. 2 ദിവസമേ ആയിട്ടുള്ളൂ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ട്. ഇന്നും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പാർലമെൻറ്റിൽ നിന്ന് ഞങ്ങളാരും ഒളിച്ചുകൂടുന്നില്ല. പക്ഷേ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പ്രതിപക്ഷത്തെ മുഴുവൻ കാര്യങ്ങളും കോൺഫിഡൻസിലെടുക്കണം എന്ന് പറയുന്ന സമയത്ത് തിരിച്ചും ചില ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്കൊക്കെ തന്നെ. അത് രാജ്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഉപനേതാവ്, ലോകസഭയിലെ ഉപനേതാവ്, അദ്ദേഹത്തിൻ്റെ പത്നി എവിടെയാ ഉള്ളത്? അദ്ദേഹം അട്ടാറി ബോർഡറിലൂടെ പാകിസ്ഥാനിൽ പോയി 15 ദിവസം താമസിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള പാക് ബന്ധങ്ങൾ നിലനിർത്തുന്ന നേതാക്കന്മാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അരുണെ, ആരോട് എത്രത്തോളം കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും യുദ്ധം നടക്കുന്ന സമയത്ത് എന്നൊരു പ്രശ്നം നമ്മുടെയൊക്കെ പോലും മനസ്സിലുണ്ടായിരുന്നില്ലേ? കറക്റ്റ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. 3 ദിവസം നമ്മുടെ പ്രതിരോധ വിദഗ്ധന്മാർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ നടന്ന കാര്യങ്ങൾ മുഴുവൻ ബ്രീഫ് ചെയ്തില്ലേ? ആർക്കാ സംശയം ഉണ്ടായിരുന്നേ? ഏത് ചോദ്യം ചോദിക്കാനും മാധ്യമപ്രവർത്തകർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞതുപോലെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു സമയമായിരുന്നില്ല. അത്യാവശ്യം വിശദീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. രാഷ്ട്രീയ വിശദീകരണങ്ങൾക്കുള്ള സമയമാകുന്നതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. പക്ഷേ അതിനു മുൻപ് എന്തിനാണ് നിങ്ങൾ തിരംഗ യാത്രയുമായി പുറപ്പെടുന്നത്? അരുണെ, തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ തിരംഗ യാത്ര ദേശീയ പതാകയും ഏന്തി ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണം എന്നതാണ്. ഈ യുദ്ധം വിജയിപ്പിച്ച സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള തിരംഗ യാത്രകളാണ്. അതിൽ അർദ്ധ സൈനികർ ഞാനിന്ന് ഡൽഹിയിലൊക്കെ കണ്ടു. അർദ്ധ സൈനികർ പങ്കെടുക്കുന്നുണ്ട്, റെഡ് ക്രോസുകാർ പങ്കെടുക്കുന്നുണ്ട്, NCCയുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, സാമാന്യ ജനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ട്, എക്സ് സർവീസ്മെൻ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ പതാകയും ഏന്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് നാട്ടിൽ നടന്നാൽ അത് BJPയുടെ പ്രകടനമാകുമോ? അങ്ങനെ ചുരുക്കി കാണുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങള് വന്നിട്ടുള്ള ഒരു ദേശീയ എല്ലാവരും ഉണ്ട്. മറ്റന്നാൾ എറണാകുളം ടൗണിൽ സമാജത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ BJPക്കാർ സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഒരു ധീര ദേശാഭിമാനത്തിന്റെ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആഘോഷം പൊതുജനങ്ങൾ നടത്തണമെന്നോ ഒരാഹ്വാനം ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ. അല്ല, BJP തീരുമാനിച്ചതാണ്. BJP പറഞ്ഞു, പ്രവർത്തകരോട് പറഞ്ഞു. അപ്പൊ BJPയുടെ പരിപാടിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. BJPയുടെ പരിപാടിയായി ചുരുക്കേണ്ടതുണ്ടായിരുന്നോ? അത് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളൊക്കെ കണ്ടതല്ലേ, മോക്ക് ഡ്രില്ലൊക്കെ നമ്മൾ ചെയ്തതല്ലേ, നമ്മൾ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ ചെയ്തതല്ലേ. അതിനുശേഷം വിജയം വരുന്നു, തിരംഗ യാത്രയുമായി അല്ലെങ്കിൽ പതാക പിടിച്ച് പുറത്തിറങ്ങണം എന്നൊക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ഐക്യദാർഢ്യമാണ്. അത് പാകിസ്ഥാനിൽ ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ചില ഇടങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം, രാഷ്ട്രീയ വിശദീകരണം നൽകാതെ BJP അതിനെ രാഷ്ട്രീയമായ പ്രചരണത്തിന് ഉപയോഗിക്കുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. അരുണെ, കർണാടകത്തിൽ
ബാംഗ്ലൂര് കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നില്ലേ? സിദ്ധരാമയ്യയും ശിവകുമാറും ഒക്കെ പങ്കെടുത്ത ഇത്തരത്തിലുള്ള റാലി നടന്നിരുന്നില്ലേ? ഞങ്ങൾ മാത്രമല്ല, ഈ ഇന്ത്യയുടെ വിജയത്തിൽ അഭിമാനിക്കുന്ന എല്ലാവരും അതിന് തയ്യാറാകുന്നുണ്ട്. എല്ലാവരും എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ കൺട്രി എന്ന് ഞാൻ പറയും. ശരി. Debate with Dr. Arun Kumar.